ആധുനിക ചരിത്രത്തിലെ ഏറ്റവും തീക്ഷ്ണമായ തീവ്രമായ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിലൊന്നായി റഷ്യ യുക്രൈൻ യുദ്ധം മാറുമ്പോൾ ആ യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തുവരുന്ന ഓരോ കണക്കുകളും ലോകത്തെ നടുക്കുന്നതാണ്. കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തങ്ങൾക്ക് എത്ര സൈനികരെ നഷ്ടമായി എന്ന നടുക്കുന്ന കണക്ക് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വെറുമൊരു സംഖ്യയല്ല ഇത്, 55,000. അതെ, ഔദ്യോഗികമായി മാത്രം 55,000 യുക്രൈൻ സൈനികർ യുദ്ധകളത്തിൽ കൊല്ലപ്പെട്ടു. ഇതിനു പുറമെ 10,000 കണക്കിന് പേരെ കാണാതായിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം 46,000 ആയിരുന്ന ഈ ഒരു മരണനിരക്ക് വെറും ഒരു വർഷം കൊണ്ട് 55,000 വർദ്ധിച്ചു എന്നത് യുദ്ധം എത്രമാത്രം രൂക്ഷമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. പക്ഷേ ഈ ഇരുട്ടിനിടയിലും അബുദാബിയിൽ നിന്ന് ഒരു ചെറിയ വെളിച്ചം വരുന്നുണ്ട്. സമാധാനം എന്ന ആ വെളിച്ചത്തെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി സംസാരിക്കാം. ഫ്രാൻസ് 2 ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ഈ വിവരങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഔദ്യോഗികമായി 55,000 സൈനികർ നമുക്ക് നഷ്ടമായി. അത് പ്രൊഫഷണൽ സൈനികരാകാം, അല്ലെങ്കിൽ നിർബന്ധിതമായി സൈന്യത്തിൽ ചേർന്നവരാകാം. എന്നാൽ അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത് ഈ കണക്ക് ഇതിലും വലുതായിരിക്കാമെന്നാണ്. US തിങ്ക് ടാങ്കുകളുടെ കണക്കനുസരിച്ച് ഏകദേശം 1.4 ലക്ഷം യുക്രൈൻ സൈനികർ വരെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ്. റഷ്യയുടെ ഭാഗത്താകട്ടെ 3.2 ലക്ഷത്തിലധികം സൈനികർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. രണ്ടിടത്തും കൂടി നോക്കിയാൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം 20 ലക്ഷത്തോട് അടുക്കുന്നു. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി ഇത് മാറുകയാണ്. ഇത്രയും രക്തം ചിന്തുമ്പോഴും ലോകത്തിന് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നത് UAEയുടെ തലസ്ഥാനമായ അബുദാബിയിൽ നടക്കുന്ന ചർച്ചകളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ സ്റ്റീവ് വിറ്റ്കോഫും ജേറഡ് കുഷ്ണറുമാണ് ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി നടന്ന ഈ ചർച്ചകളിൽ ഒരു സുപ്രധാന തീരുമാനമുണ്ടായിട്ടുണ്ട്: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റം. 157 വീതം യുദ്ധ തടവുകാരെ പരസ്പരം വിട്ടുകൊടുക്കാൻ റഷ്യയും യുക്രൈനും സമ്മതിച്ചു. ഇത് ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ 4 വർഷത്തിനു ശേഷം 2 രാജ്യങ്ങളും തമ്മിൽ ഇത്രയും ഉയർന്ന തലത്തിൽ ചർച്ച നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. മറ്റൊരു നിർണായകമായ കാര്യം US യൂറോപ്യൻ കമാൻഡർ ജനറൽ അലക്സിസ് ഗ്രീൻകെവിച്ചിന്റെ നേതൃത്വത്തിൽ റഷ്യ യുക്രൈൻ സൈനിക തലവന്മാരുമായി നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിച്ചു എന്നതാണ്. 2021 ശേഷം ആദ്യമായാണ് ഇത്തരമൊരു മിലിറ്ററി ടു മിലിറ്ററി ഡയലോഗ് നടക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്: അബദ്ധവശാൽ ഒരു ആണവ യുദ്ധമോ അല്ലെങ്കിൽ യുദ്ധം മറ്റ് രാജ്യങ്ങളിലേക്ക് പടരുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ട്രംപ് ഭരണകൂടം ഈ ഒരു നീക്കത്തെ വിശേഷിപ്പിക്കുന്നത് പീസ് ത്രൂ സ്ട്രെങ്ത് അഥവാ ശക്തിയിലൂടെയുള്ള സമാധാനം എന്നാണ്. പക്ഷെ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും യുക്രൈനിലെ മണ്ണിൽ ഇപ്പോഴും ചോരയൊഴുകുകയാണ്. റഷ്യ തങ്ങളുടെ ആക്രമണങ്ങൾ ഒട്ടും കുറച്ചിട്ടില്ല. ഈ ആഴ്ച മാത്രം 450 ഡ്രോണുകളും 70 മിസൈലുകളുമാണ് റഷ്യ യുക്രൈനിലേക്ക് തൊടുത്തുവിട്ടത്. -15 ഡിഗ്രി തണുപ്പിൽ യുക്രൈനിന്റെ പവർ ഗ്രിഡുകൾ തകർത്ത് ജനങ്ങളെ പട്ടിണിക്കിടാനാണ് പുടിന്റെ ശ്രമം. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞത് ഇങ്ങനെയാണ്: യുക്രൈൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതുവരെ യുദ്ധം തുടരും. അതായത് തങ്ങൾ പിടിച്ചെടുത്ത ഡോൺബാസ് പ്രദേശം റഷ്യയുടേതാണെന്ന് ലോകം അംഗീകരിക്കണം എന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ തന്റെ രാജ്യത്തിന്റെ 1 ഇഞ്ച് മണ്ണ് പോലും വിട്ടുകൊടുക്കില്ലെന്ന് സെലൻസ്കിയും ഉറപ്പിച്ചു പറയുന്നു. അബുദാബി ചർച്ചകൾ വരും ആഴ്ചകളിലും തുടരും. ഒരു വെടിനിർത്തൽ ഉടമ്പടിയിലേക്കും അതിനെ നിരീക്ഷിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര സംവിധാനത്തിലേക്കും ചർച്ചകൾ നീങ്ങുകയാണ്. പക്ഷേ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്: യുക്രൈനിന്റെ സുരക്ഷയ്ക്ക് ആര് ഗ്യാരണ്ടി നൽകും? അതുപോലെ റഷ്യ ഇനി ആക്രമിക്കില്ല എന്ന ആര് ഉറപ്പ് നൽകും? അമേരിക്കയും യൂറോപ്പും ഇതിനായി ഒരു 20 പോയിന്റ് പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെന്നാണ് വിവരം. 2026 ഈ വസന്തകാലം സമാധാനത്തിന്റെ കാലമാകുമോ, അതോ പുതിയൊരു സ്പ്രിംഗ് ഒഫൻസീവിലൂടെ രക്തച്ചൊരിച്ചിൽ തുടരുമോ എന്ന് കണ്ടറിയണം. യുദ്ധം തുടങ്ങാൻ ഒരു നിമിഷം മതി, പക്ഷേ അത് അവസാനിപ്പിക്കാൻ വലിയ ത്യാഗങ്ങളും വിട്ടുവീഴ്ചകളും ആവശ്യമാണ്. സെലൻസ്കി പറഞ്ഞ ആ 55,000 എന്ന സംഖ്യ വെറും ഒരു കണക്കായി മാത്രം കാണാൻ നമുക്കാവില്ല. അത് മനുഷ്യരാശിയുടെ തോൽവിയാണ്. അബുദാബിയിലെ ചർച്ചകൾ വിജയിക്കട്ടെ എന്നും ലോകത്ത് സമാധാനം പുലരട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.